മുക്ക ഫാനാ, പക്ഷേ എമ്പുരാനൊരു വലിയ പടമാണല്ലോ, ഇത് വലിയ ഹൈപ്പൊന്നുമില്ല. എന്നാലും അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഫിലിമായിട്ട് തോന്നുന്നു. ഈ എമ്പുരാനെ നിങ്ങൾ കണ്ടായിരുന്നോ? ഒന്ന് നിക്ക, ലാസ്റ്റ് സപ്പറല്ലേ, ഒന്നും കൂടി കണ്ടോട്ടെ, ഇനി മുട്ടിക്കോളൂ. എന്നാലും അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഫിലിമായിട്ട് തോന്നുന്നു. ഈ എമ്പുരാനെ നിങ്ങൾ കണ്ടായിരുന്നോ? അത് ഉത്തരം പറ. അതല്ല ഉദ്ദേശം. അത് വലിയ സ്കെയിലിൽ എടുത്തൊരു പടമല്ലേ, അതും ബസൂക്കയായിട്ട് അങ്ങനെ കമ്പയർ ചെയ്യുന്നത്. അതൊക്കെ ബസൂക്കൊക്കെ സീറോ ഹൈപ്പ് ചെയ്യുന്ന ഒരു പടം, ആകെ അത്ര ശരിയല്ലെന്ന് എടോ, ശരിയല്ലെങ്കിൽ ശരിയെന്ന് പറയണോ? പിന്നെന്താ പ്രശ്നം? എടാ നിനക്ക് വേറെ പണിയില്ലേ ഈ എന്റെ സൽവാനക്കായിട്ട് വർത്താൻ പറഞ്ഞിരിക്കാൻ? 100 കോടി അടിക്കുമോ? പടം നല്ലതാണെങ്കിൽ അടിക്കട്ടെ. എവൾക്ക് ഭ്രാന്തളാ. കോടി പ്രതീക്ഷയൊന്നുമില്ല. നമ്മൾ മമ്മൂട്ടിയുടെ ഒക്കെ പടം കാണുമ്പോൾ ഒരു ക്വാളിറ്റി ആണല്ലോ നോക്കുന്നത്. 100% ഞാൻ യോജിക്കുന്നു. ആക്ടിംഗ് ഒക്കെ തിരിച്ചു വരുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ടോ? നീ ഇപ്പൊ എന്താ പറഞ്ഞേ? ആക്ടിംഗ് ഒക്കെ തിരിച്ചു വരുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ടോ? തിരിച്ചു വരാൻ മമ്മൂട്ടിയുടെ ആക്ടിംഗ് ഒന്നും എവിടെയും പോയിട്ടില്ലല്ലോ. ഇപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ, ഇവൻ പൊട്ടനാണ് മുതലാളി. ഏത് പടത്തിൽ മമ്മൂട്ടി പോയി? പണ്ടത്തെ മമ്മൂട്ടി. മമ്മൂട്ടി പണ്ട് ഇപ്പോഴൊന്നുമില്ലല്ലേ. മമ്മൂട്ടിയുടെ ഇപ്പൊ കഴിഞ്ഞ ഏത് പടത്തിലുണ്ട് മമ്മൂട്ടി മോശമായിട്ട് അഭിനയിച്ചേ? ഏതെങ്കിലും പടം ഉണ്ടോ? തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. നീ സമാധാനിക്കും. ഗോപാലകൃഷ്ണ, നിനക്ക് വല്ലതും പറ്റിയ? ഹേയ്, പിന്നെ എന്തിനാ നീ നിലവിളിച്ചത്? അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. പോക്കിരുത്തം കാണിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി.